not least secret agent. മുതലാളി ഒരു ചെക്ക് എന്താ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത് നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും എന്നെ വിലയിരുത്താൻ താൻ ആരോടോ ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ലാന്നും എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പോത്തിനോടാണോ വേദം ഓതുന്നത്? പുറത്തു നിന്ന് കാണുന്നതല്ല അകത്ത്, ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സായിനെ പറ്റൊരു വൺ വേർഡ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. പുറത്തൊരാള് അകത്തൊരാള്. പുറത്ത് സീക്രട്ട് ഏജന്റ്, അകത്ത് സായി കൃഷ്ണ. ഉണ്ണിക്കുട്ടൻ. അയ്യോ, ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? എനിക്ക് ഇപ്പൊ ഉണ്ണിക്കുട്ടനല്ലേ ലാലട്ടൻ പിടിച്ച് ഉണ്ണിക്കുട്ടൻ. വെളിയിറങ്ങി എങ്ങനെ ജീവിക്കുവൻ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം വിൽക്കാൻ പോണു. ഉണ്ണിക്കണ്ണനാണ്. കണ്ണൻ. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും എനിക്ക് അറിയില്ല അവൻ എന്താ ഉദ്ദേശിച്ച് അതിനകത്ത് വന്നതെന്ന്. അവൻ ചിലപ്പോ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ then that's fine. ഇയാളെ ഇപ്പൊ കണ്ട കോമഡി ആയിട്ട് തോന്നും. ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരി വരും. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് ചിരിച്ചു ചിരിക്കാനായിട്ട് വരുന്നവർ ലൈക്ക് അടിക്കുക. ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഉളുപ്പുണ്ടോ ചക്കണക്ക്? ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ഞാൻ പോകുന്നു. ബൈ ബൈ.